നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും തന്നെ മാറ്റിമറിക്കാൻ പോകുകയാണ്. തുലാം രാശിക്കാരെ, ഇതൊരു സാധാരണ സമയമല്ല. ഇത് ഒരു മഹായുഗത്തിന്റെ തുടക്കമാണ്. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ദിവ്യശക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് മാത്രമേ ഇതിന്റെ യഥാർത്ഥ രഹസ്യം മനസ്സിലാകൂ. കാരണം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരേയൊരു സത്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാം, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ട. ഈ മുഹൂർത്തം നിങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ബ്രഹ്മാണ്ഡത്തിലെ ഗ്രഹങ്ങൾ നിങ്ങൾക്കുവേണ്ടി ഒരു പ്രത്യേക ചക്രം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ചക്രത്തെ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വിജയം 100% ഉറപ്പാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ആദ്യത്തെ സംഭവം നിങ്ങളെ ഞെട്ടിക്കും. രണ്ടാമത്തെ സംഭവം നിങ്ങളെ സന്തോഷിപ്പിക്കും. മൂന്നാമത്തെ സംഭവം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എന്താണ് ഈ 3 സംഭവങ്ങളെന്ന് അറിയണോ? അപ്പോൾ കേൾക്കൂ. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇപ്പോൾ വളരെ വേഗത്തിലാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിനിൽക്കുകയാണ്. ഈ സ്ഥാനം നിങ്ങളുടെ രാശിക്ക് അതിശക്തമായ ഫലങ്ങൾ നൽകാൻ പോകുന്നു. ഗുരുവിന്റെ കടാക്ഷം ലഭിച്ചാൽ എന്തും സാധ്യമാണ്. ഏതു പ്രതിസന്ധിയും അതിജീവിക്കാം, ഏതു വിജയവും നേടാം. എന്നാൽ ഈ കടാക്ഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം, ചില തീരുമാനങ്ങൾ എടുക്കണം. ഈ തീരുമാനങ്ങളിൽ 9ാമത്തെ തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കാൻ പോകുന്നത്. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ തീരുമാനവും അവൻ അറിയുന്നുണ്ട്. ശനിയുടെ പ്രഭാവം ഇപ്പോൾ വളരെ ശക്തമാണ്. എന്നാൽ ഭയപ്പെടേണ്ട. കാരണം ശനി ഭഗവാൻ നീതിമാനാണ്. നിങ്ങൾ നല്ല വഴിയിൽ പോയാൽ അവൻ അനുഗ്രഹിക്കും, തെറ്റായ വഴിയിൽ പോയാൽ അവൻ ശിക്ഷിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് 9ാമത്തെ തീരുമാനം. രാഹുകേതുവിന്റെ സ്വാധീനം ഇപ്പോൾ വളരെ ശക്തമാണ്. ഈ 2 ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. രാഹു പെട്ടെന്നുള്ള വിജയങ്ങൾ നൽകും, പെട്ടെന്നുള്ള പണം നൽകും, പെട്ടെന്നുള്ള അവസരങ്ങൾ നൽകും. എന്നാൽ ശ്രദ്ധിക്കണം. കാരണം രാഹു വഞ്ചനയും കൊണ്ടുവരും, വഴിതെറ്റിക്കലും കൊണ്ടുവരും. അതുകൊണ്ട് ബുദ്ധിയോടെ മുന്നോട്ടു പോകണം. കേതു ആത്മീയ ശക്തി നൽകും, മനഃശക്തി നൽകും, അറിവ് നൽകും. എന്നാൽ ചില സമയങ്ങളിൽ ആശയക്കുഴപ്പവും സൃഷ്ടിക്കും, ഏകാന്തതയും കൊണ്ടുവരും. അതുകൊണ്ട് സന്തുലിതാവസ്ഥ പാലിക്കണം. ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നടക്കുകയാണ്. ഈ സഞ്ചാരം തുലാം രാശിക്കാർക്ക് അനുകൂലമാണ്. എന്നാൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ വെല്ലുവിളി കൊണ്ടുവരും. ഓരോ ദിവസവും ഒരു പുതിയ അവസരം കൊണ്ടുവരും. നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ പോകുന്നത്. ഇത് ഒരു സാധാരണ തീരുമാനമല്ല. ഇത് നിങ്ങളുടെ മുഴുവൻ ഭാവിയും നിർണ്ണയിക്കാൻ പോകുന്ന ഒരു മഹാതീരുമാനമാണ്. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിൽ ഒരു സാഹചര്യം വരും, ഒരു അവസരം വരും, ഒരു വെല്ലുവിളി വരും. ആ നിമിഷത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ 9 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്തേത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? രണ്ടാമത്തേത്, നിങ്ങളുടെ കഴിവ് എന്താണ്? മൂന്നാമത്തേത്, നിങ്ങളുടെ സാഹചര്യം എന്താണ്? നാലാമത്തേത്, നിങ്ങളുടെ കുടുംബം എന്താണ്? അഞ്ചാമത്തേത്, നിങ്ങളുടെ സാമ്പത്തികം എന്താണ്? ആറാമത്തേത്, നിങ്ങളുടെ ആരോഗ്യം എന്താണ്? ഏഴാമത്തേത്, നിങ്ങളുടെ ബന്ധങ്ങൾ എന്താണ്? എട്ടാമത്തേത്, നിങ്ങളുടെ ഭാവി എന്താണ്? എന്നാൽ 9ാമത്തേത് വളരെ പ്രധാനമാണ്. അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ മനഃശക്തി, നിങ്ങളുടെ ദൈവവിശ്വാസം. ഈ 9ാമത്തെ ഘടകം ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തും നേടാം. ഏതു പർവ്വതവും കയറാം, ഏതു സമുദ്രവും കടക്കാം. എന്നാൽ ഈ 9ാമത്തെ ഘടകം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഏതു സാഹചര്യത്തിലും നിങ്ങളുടെ ആത്മവിശ്വാസം കാത്തുസൂക്ഷിക്കുക, നിങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക, നിങ്ങളുടെ മനഃശക്തി കാത്തുസൂക്ഷിക്കുക. ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ വരും, പുതിയ പദവികൾ വരും, പുതിയ ശമ്പളം വരും. എന്നാൽ ഒപ്പം പുതിയ വെല്ലുവിളികളും വരും, പുതിയ മത്സരങ്ങളും വരും, പുതിയ ശത്രുക്കളും വരും. അതുകൊണ്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറണം. നിങ്ങളുടെ മേലധികാരികളെ ബഹുമാനിക്കണം. നിങ്ങളുടെ ജൂനിയർമാരെ സ്നേഹിക്കണം.
അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉറപ്പാകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിശക്തമായ അവസരങ്ങൾ വരാൻ പോകുന്നു. പുതിയ കരാറുകൾ വരും, പുതിയ പങ്കാളികൾ വരും, പുതിയ ഡീലുകൾ വരും. എന്നാൽ ശ്രദ്ധിക്കണം, കാരണം ചില ആളുകൾ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കും. ചില കരാറുകൾ വഞ്ചനയായിരിക്കും, ചില പങ്കാളികൾ വിശ്വസ്തരല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് ഏതു കരാറിലും ഒപ്പിടുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കണം. എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. നിയമപരമായ ഉപദേശം വാങ്ങണം. പണകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ തുക കിട്ടാം. പഴയ കടം തിരികെ കിട്ടാം. പുതിയ വരുമാനം ഉണ്ടാകാം. എന്നാൽ അതേസമയം വലിയ ചിലവുകളും വരാം. അപ്രതീക്ഷിത ചെലവുകൾ വരാം. കുടുംബത്തിനു വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരാം. ആരോഗ്യത്തിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. അതുകൊണ്ട് ബജറ്റ് ഉണ്ടാക്കി ചെലവഴിക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുക. നിക്ഷേപം നടത്തുക. പ്രണയ ജീവിതത്തിൽ വളരെ മധുരമായ നിമിഷങ്ങൾ വരാൻ പോകുന്നു. അവിവാഹിതരായ തുലാം രാശിക്കാർക്ക് പുതിയ പ്രണയം ആരംഭിക്കാം. പഴയ പ്രണയം പുതുതായി തുടങ്ങാം. നിങ്ങൾ കാത്തിരുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. എന്നാൽ ശ്രദ്ധിക്കണം, കാരണം ചില സമയങ്ങളിൽ വികാരങ്ങൾ നിങ്ങളെ തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും. ആഗ്രഹങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് ബുദ്ധിയോടെ പ്രവർത്തിക്കുക. സമയമെടുത്ത് ആലോചിക്കുക. ആ വ്യക്തിയെ നന്നായി മനസ്സിലാക്കുക. അവരുടെ കുടുംബത്തെ അറിയുക. അവരുടെ പശ്ചാത്തലം അറിയുക. വിവാഹിതരായ തുലാം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സന്തോഷം വരാൻ പോകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ തുടങ്ങും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ഇല്ലാതാകും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. അവരുടെ സഹകരണം കൂടുതൽ ലഭിക്കും. അവരുടെ പിന്തുണ കൂടുതൽ ലഭിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അവരോട് സത്യസന്ധത പാലിക്കണം, വിശ്വസ്തത പാലിക്കണം, സ്നേഹം കാട്ടണം, ബഹുമാനം കാട്ടണം. കുടുംബത്തിൽ ചില സന്തോഷ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. വീട്ടിൽ ശുഭകരമായ വാർത്തകൾ വരാം. കുട്ടികൾക്ക് വിജയം ലഭിക്കും. മാതാപിതാക്കൾക്ക് ആരോഗ്യം മെച്ചപ്പെടും. സഹോദര സഹോദരിമാരുമായുള്ള ബന്ധം ശക്തമാകും. എന്നാൽ ചില ചെറിയ തർക്കങ്ങളും ഉണ്ടാകാം. ചില ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ക്ഷമയോടെ പെരുമാറുക. സ്നേഹത്തോടെ പെരുമാറുക. പരസ്പരം മനസ്സിലാക്കുക. പരസ്പരം ക്ഷമിക്കുക. ആരോഗ്യ മേഖലയിൽ വളരെ ശ്രദ്ധിക്കണം. അടുത്ത 15 ദിവസങ്ങളിൽ ചെറിയ അസുഖങ്ങൾ വരാം. തളർച്ച അനുഭവപ്പെടാം. ക്ഷീണം അനുഭവപ്പെടാം. മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. എന്നാൽ വിഷമിക്കേണ്ട, ഇത് താൽക്കാലികമാണ്. ശരീരം വിശ്രമിക്കണം. ആഹാരം ശ്രദ്ധിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. യോഗ ചെയ്യണം. പ്രാണായാമം ചെയ്യണം. ധ്യാനം ചെയ്യണം. പഴയ രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറെ കാണണം. മരുന്നുകൾ സമയത്ത് കഴിക്കണം. പരിശോധന നടത്തണം. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരീക്ഷകളിൽ നല്ല മാർക്ക് നേടാം. പുതിയ കോഴ്സുകൾ ആരംഭിക്കാം. പുതിയ കഴിവുകൾ പഠിക്കാം. അധ്യാപകരുടെ പ്രശംസ ലഭിക്കും. മാതാപിതാക്കളുടെ അഭിമാനം നേടാം. എന്നാൽ അലസത പാടില്ല. അശ്രദ്ധ പാടില്ല. നിരന്തരമായി പഠിക്കണം. നിരന്തരമായി പരിശീലിക്കണം. നിരന്തരമായി മെച്ചപ്പെടണം. വിദേശ സാധ്യതകൾ വളരെ ശക്തമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നേക്കാം. വിദേശ ജോലി കിട്ടാം. വിദേശ വിദ്യാഭ്യാസം കിട്ടാം. വിദേശ ബിസിനസ് കിട്ടാം. എന്നാൽ എല്ലാ രേഖകളും സമയത്ത് തയ്യാറാക്കണം. എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യണം. നിയമപരമായ ഉപദേശം വാങ്ങണം. പാസ്പോർട്ട് പുതുക്കണം. വിസ അപേക്ഷ സമർപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത 30 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന 3 പ്രധാന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യത്തെ സംഭവം അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ഇത് നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കിട്ടാം. നിങ്ങൾ ആഗ്രഹിച്ച ഒന്ന് നഷ്ടപ്പെടാം. നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ഉപേക്ഷിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു അവസരം പോകാം. ഈ നിമിഷത്തിൽ നിങ്ങൾ വളരെ നിരാശനാകും. വളരെ വേദനിക്കും. വളരെ കരയും. എന്നാൽ മനസ്സ് ശക്തമാക്കുക. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് നല്ലതാണ്. ഇത് നിങ്ങളെ ശക്തനാക്കും. ഇത് നിങ്ങളെ തയ്യാറാക്കും. വലിയ വിജയത്തിനായി തയ്യാറാക്കും. രണ്ടാമത്തെ സംഭവം അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതായ ഒന്ന് കിട്ടാം. നിങ്ങൾ കരുതിയതിലും മികച്ച ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ അവസരം വരാം. നിങ്ങൾ സ്വപ്നം കണ്ടതിലും മികച്ച ഫലം കിട്ടാം. ഈ നിമിഷത്തിൽ നിങ്ങൾ വളരെ സന്തോഷിക്കും. വളരെ ചിരിക്കും. വളരെ ആഹ്ലാദിക്കും. എന്നാൽ അഹങ്കാരം വേണ്ട. കാരണം ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇത് നിങ്ങളുടെ ക്ഷമയുടെ പ്രതിഫലമാണ്. ദൈവത്തോട് നന്ദി പറയുക. എല്ലാവരോടും നന്ദി പറയുക. എളിമ പാലിക്കുക. മൂന്നാമത്തെ സംഭവം അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇത് ഒരു വലിയ തീരുമാനമായിരിക്കും. ഒരു വലിയ മാറ്റമായിരിക്കും.
ഒരു വലിയ യാത്രയായിരിക്കും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വഴി തുറക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം ലഭിക്കും. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിജയം നേടും. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരിക്കും. എന്നാൽ ഓർക്കുക, ഈ നിമിഷത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനമാണ്. ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാകണം. നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകണം. നിങ്ങളുടെ ദൈവവിശ്വാസം ഉണ്ടാകണം. ആത്മീയ വളർച്ച ഈ സമയത്ത് വളരെ പ്രധാനമാണ്. പ്രാർത്ഥന ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുക, പൂജ ചെയ്യുക, ജപം ചെയ്യുക, ധ്യാനം ചെയ്യുക, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുക, സത്സംഗം ചെയ്യുക, ദാനം ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, അനാഥരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക. ഇത് നിങ്ങളുടെ കർമ്മശുദ്ധി വരുത്തും. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും. മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഉണ്ട്. ചില ആളുകൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ താഴെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ വിജയം സഹിക്കുന്നില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ആരോടും അനാവശ്യമായി സംസാരിക്കരുത്. നിങ്ങളുടെ പദ്ധതികൾ ആരോടും പറയരുത്. നിങ്ങളുടെ വിജയം ആരോടും വീമ്പിളക്കരുത്. മിണ്ടാതിരിക്കുക, പ്രവർത്തിക്കുക, വിജയിക്കുക. പരിഹാരങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. എല്ലാ ശനിയാഴ്ചയും ഹനുമാൻജിയുടെ ക്ഷേത്രത്തിൽ പോകുക. എല്ലാ ദിവസവും സൂര്യനമസ്കാരം ചെയ്യുക. രാവിലെ സൂര്യോദയ സമയത്ത് വെള്ളം സമർപ്പിക്കുക. തുളസി ചെടി വീട്ടിൽ വളർത്തുക. തുളസിയെ പ്രതിദിനം ആരാധിക്കുക. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക. പക്ഷികൾക്ക് ഭക്ഷണം നൽകുക. മൃഗങ്ങളെ സ്നേഹിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. ഈ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതി നിങ്ങളുടെ വിധി തീരുമാനിക്കും. ഈ സമയത്ത് നിങ്ങൾ പുലർത്തുന്ന മനോഭാവം നിങ്ങളുടെ വിജയം നിശ്ചയിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആയി സൂക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകൾ ശക്തമായി സൂക്ഷിക്കുക. നിങ്ങളുടെ വിശ്വാസം ഉറച്ചു സൂക്ഷിക്കുക. ഓർക്കുക, ബ്രഹ്മാണ്ഡം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ദൈവങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ശക്തികളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ദുർബലനല്ല. നിങ്ങൾ ശക്തനാണ്. നിങ്ങൾ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് എല്ലാം നേടാം. നിങ്ങൾക്ക് എല്ലാം നേടാനാകും. നിങ്ങൾക്ക് ഉറപ്പായും നേടാനാകും. ഈ 9ാമത്തെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ശ്രവിക്കണം. നിങ്ങളുടെ ആത്മാവ് ശ്രവിക്കണം. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശ്രവിക്കണം. ആ ശബ്ദം നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല. ആ ശബ്ദം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കും. ആ ശബ്ദം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ആ ശബ്ദം നിങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദമാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ. എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ. എല്ലാ വിജയവും ഉണ്ടാകട്ടെ. എല്ലാ ആരോഗ്യവും ഉണ്ടാകട്ടെ. എല്ലാ സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കൂടുതൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കും. കൂടുതൽ പ്രവചനങ്ങൾ പങ്കുവയ്ക്കും. കൂടുതൽ പരിഹാരങ്ങൾ പങ്കുവയ്ക്കും. അടുത്ത മാസം നിങ്ങളുടെ രാശിയിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയും. ബ്രഹ്മാണ്ഡത്തിലെ പ്രത്യേക ശക്തികളെക്കുറിച്ച് പറയും. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് പറയും. ആ വീഡിയോ കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ പിന്തുണ എനിക്ക് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്നേഹം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ തീരുമാനങ്ങളിലാണ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലാണ്. ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്, ഒരു വെളിച്ചമാണ്, ഒരു സഹായമാണ്. എന്നാൽ യഥാർത്ഥ ശക്തി നിങ്ങളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ആത്മാവിലാണ്. ആ ശക്തിയെ ഉണർത്തുക. ആ ശക്തിയെ ഉപയോഗിക്കുക. ആ ശക്തിയെ വളർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തും സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രഹ്മാണ്ഡം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാകാരമാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടട്ടെ. നിങ്ങൾ എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ. നിങ്ങൾ എന്നും ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. നിങ്ങൾ എന്നും സമൃദ്ധിയോടെ ജീവിക്കട്ടെ. എന്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ.